ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അടിപൊളിയായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മളിവിടെ വന്നതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നേരെ നമ്മൾ റൂമിലേക്ക് വന്നു. പിന്നെ നമ്മളൊന്ന് ഫ്രഷായി. പിന്നെ ഉടനെ തന്നെ നമ്മൾ റെഡിയായി. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. ഫ്രണ്ടിനെ മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി. പിന്നെ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണല്ലോ ശിവജി നഗർ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയതാണ്. വൈകുന്നേരം ഒരു 6-7 മണിയായി ഞങ്ങളിവിടെ റൂമിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും. കാരണം അവിടെ ഇഷ്ടമല്ല, നമ്മുടെ ഈ ട്രിവാൻഡ്രം പോലെയോ അങ്ങനെയൊന്നുമല്ല, കേരളം പോലെ അങ്ങനെ പോലും അല്ല. ഭയങ്കരമായിട്ടുള്ള സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ ഒരുപാട് കടകളുണ്ട്. നമുക്ക് ഡ്രസ്സിനായാലും നമ്മുടെ കമ്മല്, മാല, ഓർണമെന്റ്സ് അങ്ങനെയുള്ള എല്ലാത്തിനും വേണ്ടി ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കയറിയാലും നമുക്ക് മതി വരത്തില്ല. ഒരു കടയിലുള്ള കളക്ഷനേക്കാളും കൂടുതലായിരിക്കും അടുത്ത കടയിൽ. അങ്ങനെ ഓരോ കടകളിലും കയറി ഇറങ്ങി നമ്മളങ്ങനെ ഇന്നലത്തെ ഫുൾ ഡേ കംപ്ലീറ്റ് ഇങ്ങനെ ഷോപ്പിംഗ് പോലെയായിരുന്നു. ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ ചെയ്തു. അങ്ങനെ ഷോപ്പിംഗ് ചെയ്തപ്പോൾ അതിൽ നിന്ന് വേണ്ട അത്യാവശ്യമുള്ള കുറച്ച് 2-3 സാധനങ്ങളൊക്കെ നമ്മളിന്ന് വാങ്ങിയുള്ളൂ. ഇന്ന് നമ്മൾ വൈകുന്നേരവും കൂടെ പോകും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നല്ലപോലെ ഷോപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ അങ്ങനെ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ ചാടി കയറി ഓവറായിട്ട് ഷോപ്പ് ചെയ്യാതെ, ഇപ്പം നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ ഒരു സ്ഥലം ഒന്ന് കണ്ട് പരിചയപ്പെട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതായത് എവിടെ എന്തൊക്കെ കിട്ടും, ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങളുടെ പ്രൈസിൻ്റെ വ്യത്യാസം എന്താണ്, അതെല്ലാം ഞങ്ങൾ ആദ്യം ഞാൻ നോക്കി മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് പോകുമ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ബാർഗൈനൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ആ ഒരു ഷോപ്പിംഗ് ആയിരുന്നു. ഇങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വഴിയും ശിവജി നഗർ വഴിയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവിടെ നിന്നൊക്കെ തന്നെ ഫുഡ് കഴിച്ചു, അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാത്തിനും ഒരു എളുപ്പമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗൈഡ് പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് ഒരാളുണ്ടായിരുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ 7 മണിക്കായി നമ്മൾ റൂമിലെത്തിയപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഇതിന് ചുറ്റുമായിട്ടും വീണ്ടും ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടും, ഒക്കെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകാനായിട്ടുള്ളൊരു എന്താണ് ആരോഗ്യമൊന്നും നമുക്കില്ലായിരുന്നു. വന്ന ഉടനെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഫ്രഷായി കിടന്നുറങ്ങി, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ റൂമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് 10 മണിക്കകത്ത് കഴിയും. രാവിലെ ഒരു 7-7:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനൂപ് കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ അനൂപിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോയിരിക്കുകയാണ്. വൈകുന്നേരം ഇനി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നതിന് ശേഷം ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. എന്നിട്ട് ഞാനൊന്ന് ഫ്രഷായി മേലൊക്കെ കഴുകി. തല കുളിച്ചില്ല, കാരണം ഇവിടുത്തെ വെള്ളം കുറച്ച് ഹാർഡ്നെസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെയർ ഫോളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തല നനച്ചില്ല, മേലൊക്കെ കഴുകി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ ഒന്ന് റെഡിയായി. ഇനി ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പം നമുക്ക് റൂമിൽ കിട്ടില്ല, നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോകണം. 10 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വഴിയേ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാനിവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവർ മാക്സിമം നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 4ാമത്തെ ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടില്ല. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടുന്ന് ഒരു സ്റ്റാഫ് എൻ്റെ കൂടെ വരുന്നു. ആളാണ് റെസ്റ്റോറൻറ്റ് വരെ എന്നെ കൊണ്ടാക്കിയത്. ഈ സ്റ്റെപ്പും കൂടെ കയറി പോകണം. 5th ഫ്ലോറാ? 5th ഫ്ലോർ. ടീക്ക് 5ാമത്തെ ഫ്ലോറിലായിരുന്നു. നമ്മുടെ ഈ ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് ഇവിടെ ആയിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇന്നത്തെ മെനു എന്തൊക്കെയാണെന്ന്. ലഞ്ചിൻ്റെ മെനു ആണേ. അത് ഗോബി മഞ്ചൂരിയനുണ്ട്, സാമ്പാർ, മട്ടർ മഷ്റൂം, പാലക് ചിക്കൻ, പ്ലെയിൻ റൈസ്, പപ്പടം, ഗ്രീൻ സാലഡ്, പിക്കിൾ, പിന്നെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ട്. ഇത്രയാണ് ലഞ്ചിൻ്റെ ലിസ്റ്റ്. പിന്നെ ഡൈനിങ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അവരുടെ കിച്ചൺ. പിന്നെ ഇതെല്ലാം ഡൈനിങ് ഏരിയ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പുറത്ത് ഏതെങ്കിലും ഫ്ലാറ്റോ വീടോ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഇവിടെ ജിമ്മുണ്ട്. ജിമ്മ് ലോക്ക്ഡ് ആണ് കേട്ടോ.
ജിമ്മുണ്ട്, ജിമ്മ് റോഡാണ്. കാരണം നീ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നടക്കാമായിരുന്നു. വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും തോന്നൂല, പുറത്തോട്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ നമുക്ക് നമ്മൾ വെറുതെ ഇരിക്കുകയില്ലേ, വേണ്ട ചുമ്മാ നടന്ന് വൈകിട്ട് നടക്കാനുള്ളതാണ്, വീണ്ടും നടക്കണ്ട. അപ്പോൾ ഇവിടെ രാവിലെ ബൊഫെ ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ച് രാവിലെ ബൊഫെ ആയിരിക്കും. അങ്ങനെയല്ല, നമുക്ക് വേണമെന്നുള്ള കാര്യം നമ്മളിവിടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കിപ്പോൾ ചെയ്തു തരും. അപ്പോൾ ഞാനൊരു മസാല ദോശ പറഞ്ഞു, പനീറൊക്കെ കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ഞാനൊരു പനീർ ദോശയും കൂടെ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അയ്യോ പറഞ്ഞത് മാറിപ്പോയാ, പനീർ ദോശയാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, കഴിക്കാം. പിന്നെ ഇവിടെ ബാക്കിലായിട്ട് കണ്ടോ ജിമ്മുണ്ട്. നടക്കായിരുന്നു, വേണ്ട വൈകിട്ട് എന്തായാലും നടക്കാനുള്ളതാണ്. വീട്ടിലേ നടക്കുന്നില്ല, പിന്നെ ഇവിടെ എത്തുമ്പോൾ പിന്നെ എന്തിനാണ് നടക്കുന്നത്, വൈകിട്ട് ഇനി നടക്കാനുള്ളതാണ്. ഇന്നലെ ഒരുപാട് നടന്നിട്ട് കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ വൈകിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പുറത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല, ലെഗ് നല്ല പെയിൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു അധികം ഹീൽസില്ല, എന്നാലും അത്യാവശ്യം ഹീലുള്ള ആ ഹീൽസ് ഉണ്ടല്ലോ ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെരുപ്പാണ്. എൻ്റെ ചെരുപ്പ് അത്ര ശരിയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ആദ്യം നടക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അതൊരു 2 മണിക്കൂർ ആ ചെരുപ്പിട്ട് നടന്ന് എൻ്റെ കാല് നല്ല വേദന തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ആ ചെരുപ്പ് മാറ്റി വേറൊരു നടക്കാൻ വേണ്ടി മാത്രം ഒരു 300 രൂപ അടുപ്പിച്ചൊരു ചെരുപ്പ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിട്ട് നടന്നപ്പോൾ പിന്നെ അങ്ങോട്ട് നടക്കാൻ ഭയങ്കര സുഖമായിരുന്നു. അപ്പോൾ അത്രയും നേരം ആ ഒരു ചെറിയ ഹീൽസിൽ നടന്നപ്പോഴുണ്ടല്ലോ, ഹീൽസ് ഇല്ല, ചെറിയൊരു കട്ടി, പക്ഷെ ആ ചെരുപ്പ് നടക്കാൻ അത്ര സുഖമില്ല. വഹരഖി അങ്ങനെ കാല് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് മാറി. ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ കാല് നല്ല വേദന ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. എൻ്റെ ഫുഡ് വന്നു, ഞാൻ ആദ്യം കാണിച്ചു തരാം. ഞാൻ പനീർ ദോശ പറയാനാണ് ഉദ്ദേശിച്ചത്. പനീറാണെന്ന് തോന്നുന്നു. എന്തോ മസാല ദോശ, ഇത് സാമ്പാർ, ചട്നി, ഇതും ഒരു തരം ചട്നി. ഇനി ഒരു കോഫിയും കൂടെ പറഞ്ഞ് ഞാൻ കഴിച്ചു തുടങ്ങട്ടെ, നല്ല വിശക്കുന്നു. മസാല ദോശ നമ്മളവിടെ പോലത്തെ വലിയ മസാല ദോശ ഒന്നുമല്ല, അവിടെ ചെറുതാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറിയപ്പോഴും ചെറിയ മസാല ദോശയാണ് കിട്ടിയത്. ഈ പ്ലേറ്റിൻ്റെ അത്ര പോലും വലിപ്പമില്ല. പിന്നെ എൻ്റെ കോഫി വന്നിട്ടുണ്ട്, കോഫി കൊള്ളാമെന്ന് തോന്നുന്നു. ആദ്യം ഞാനൊരു മസാല ദോശ കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനകത്തുള്ള മസാല അടിപൊളി. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ മസാല ദോശയ്ക്കകത്ത് വയ്ക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റഫ് ഉണ്ടല്ലോ, അതത്ര മസാലയൊന്നും കൂടുതൽ മസാലയൊന്നും ആഡ് ചെയ്യാതെ മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ആ മസാല തയ്യാറാക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എന്തൊക്കെയോ എക്സ്ട്രാ മസാലകൾ അവർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ യെല്ലോ കളറിലെ ഒരു കറിക്കൂട്ടല്ല, ആ ഒരു കൂട്ടല്ല വെക്കുന്നത്. ഇവിടെ കുറച്ച് റെഡിഷ് കളറാണ്, അതായത് എരിവൊക്കെ നല്ലപോലെ ചേർക്കുന്നുണ്ട്. എരിവും പിന്നെ എനിക്ക് തോന്നുന്നുള്ള സ്പൈസസ് അത്ര ഒരു ആഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാ സ്പൈസസും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു മസാല അവരിതിന് ആഡ് ചെയ്യും. പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയപ്പോൾ, അവിടെ കൊമേഴ്ഷ്യലല്ല ശിവജി നഗറിൽ പോയപ്പോൾ അവിടെ ഒരു ലൈൻ തന്നെ ഉണ്ട്. അതായത് ഒരു വഴിയിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് കംപ്ലീറ്റ് മസാലയാണ് കിട്ടുന്നത്, പലതരത്തിലുള്ള മസാലകളാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഇവിടെ ബിരിയാണിയൊക്കെ ആണല്ലോ ഇവിടെ കൂടുതലും ചിലവാകുന്നത്, കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ബിരിയാണി വെക്കാനും ഈ ചിക്കനും മട്ടനൊക്കെ വെക്കാനായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് മസാലകളൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു ലൈൻ തന്നെ ആ മസാലയ്ക്ക് വേണ്ടിയുണ്ട്. അതുപോലെ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടോടെ കഴിക്കാനായിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു, സ്മോളാണ് ഓർഡർ ചെയ്തെങ്കിലും ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചതിന് ശേഷം കുറച്ച് ബാക്കി വന്നത് പാഴ്സൽ ചെയ്തു. അതിവിടെ കൊണ്ടുവന്നിട്ട് ഞാനൊരു 9 മണി 10 മണിയായപ്പോൾ ഞാനത് കഴിച്ചു. അതായത് അതിൻ്റെ ചൂട് പോയതിന് ശേഷം അത് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതുപോലെ, പ്രത്യേകിച്ച് ആ മസാലയാണ് അത് ഇറച്ചി നിൽക്കുന്നത് ഇവിടുത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ മസാല പൊളിയാണ്. ഈ മസാല ദോശയിലും അവർ ഉരുളക്കിഴങ്ങ്, അതായത് നമ്മുടെ ആലുമില്ലേ, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, അതിൽ കംപ്ലീറ്റ് ഈ മസാല വെച്ചിട്ട് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ഇനിയൊരു പനീർ ദോശയും കൂടെ പറഞ്ഞിട്ടുണ്ട്, പനീർ മസാല ദോശ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ച് നോക്കട്ടെ, അത് ടേസ്റ്റ് ഉണ്ടോ എന്നും കൂടെ നോക്കണം. പിന്നെ കോഫി കൊള്ളായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കോഫിയായിരുന്നു. ഇത് പനീർ മസാല ദോശയാണ്. ഇതിനകത്ത്
പനീറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ചൂട് കേട്ടോ. കഴിച്ച് നോക്കട്ടെ കൊള്ളാമോന്ന്. പിന്നെ കോഫി വീണ്ടും ഞാൻ ഓർഡർ ചെയ്തു, നല്ല കോഫി. പിന്നെ കുറച്ച് ചട്നിയും കൂടെ. സാമ്പാർ ഞാൻ അങ്ങനെ കഴിക്കത്തില്ല, കാരണം വീട്ടിൽ മൊത്തം സാമ്പാറിൻ്റെ മേളമാണല്ലോ. ഇനി ഇവിടെയും കൂടെ വന്നിട്ട് സാമ്പാറും കൂടെ കഴിക്കണില്ല. ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. കൊള്ളാം, അടിപൊളി. ഞാൻ കഴിച്ചിട്ട് വരാം. ഞാൻ ഒന്നുകൂടെ പനീർ ദോശ ഓർഡർ ചെയ്തേ. കണ്ടോ, പനീർ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനപ്പോൾ മൊത്തത്തിൽ 3 ദോശ കഴിച്ചു. ഇതേ ദോശയുടെ വലിപ്പം ഇത്ര തന്നെയാണ്. 2 പനീർ ദോശയും പിന്നെ ഒരു മസാല ദോശയും. അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഭാഗവും ഇങ്ങനെ ഓപ്പൺ ആക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഗ്രില്ലെല്ലാം ചെയ്ത് ഓപ്പൺ ആക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. ഇത്ര നേരം നല്ല വെയിലുണ്ടായിരുന്നേ, അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വെയിൽ മാറി ഒരു മഴക്കോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയപ്പോഴും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഒട്ടും വെയിലില്ലായിരുന്നു. സാധാരണ നമുക്കറിയാമല്ലോ, നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ നമ്മൾ ഈ ചാലയിലാണ്, നമ്മൾ ചാല, പിന്നെ അതുപോലെ ചാല മാർക്കറ്റിൻ്റെ അവിടെ, പിന്നെ രാമചന്ദ്രൻ സ്ട്രീറ്റ്, അവിടെയൊക്കെയാണ് നമ്മൾ ഈ കിടന്ന് അലയുന്നത് കംപ്ലീറ്റ്. അപ്പോൾ ഈ വെയിലും കൊണ്ട് ഇങ്ങനെ അലയുമ്പോൾ നമ്മൾ നല്ല ടയേർഡാവും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഉണ്ട്, അടുത്ത് ശിവജി നഗറുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ആ സ്ഥലത്തിനേക്കാളും ഒരു ഏക്കറോളം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു കേട്ടോ. അതായത് ഒട്ടും വെയിൽ കൊള്ളാതെ സുഖമായിട്ട് നടക്കാൻ പറ്റി. പിന്നെ നടക്കുന്ന കാര്യത്തിലാണെങ്കിൽ എൻ്റെ ആ ചെരുപ്പിൻ്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അത് ആദ്യമേ ഞാൻ ആ ചെരുപ്പ് മാറ്റി അവിടെ നിന്ന് വേറൊരു ചെരുപ്പ് വാങ്ങിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കാലിന് ഇത്രയും പ്രയാസം വരില്ലായിരുന്നു. ചെരുപ്പ് മാറ്റിയതിന് ശേഷം പിന്നെ നടക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. പക്ഷേ ആ ആദ്യത്തെ കുറച്ച് നേരം നമ്മൾ അത്രയും ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെയുള്ള ചെരുപ്പിട്ട് നടന്നതുകൊണ്ട് അത് ഈ റൂമിൽ വന്ന് കയറിയപ്പോൾ പണി കിട്ടി. ഭയങ്കര ലെഗ് പെയിൻ ആയിരുന്നു. കിടന്നിട്ടും ഇരുന്നിട്ടും ഒന്നും അത് മാറുന്നില്ല. പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇന്ന് രാവിലെയാണത് ഓക്കെ ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലത്തെ ക്ലൈമറ്റാണ്. ഇന്നലത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു, വെയിലില്ല. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ആളിവിടെ താമസിക്കുന്നതാണ്. ആൾ ഡോക്ടറാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നതുകൊണ്ട് ആളിന്നലെ ലീവ് എടുത്തിട്ട് നമ്മുടെ കൂടെ കറങ്ങാനൊക്കെ വന്നതാണ്. അപ്പോൾ ആൾ പറയുന്നത് ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും ഇവിടെ. അതായത് ചിലപ്പോൾ ഭയങ്കര ചൂടായിരിക്കും, പിന്നെ അത് പെട്ടെന്ന് മാറും, പിന്നെ ഒരു തണലായിരിക്കും, പിന്നെ വീണ്ടും മഴക്കോളായിരിക്കും, പെട്ടെന്ന് ചെറിയൊരു മഴയായിരിക്കും. അങ്ങനെ മാറി വരുന്ന ക്ലൈമറ്റാണ് ഇവിടെ. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ പക്ഷേ വെയിലുണ്ടായിരുന്നില്ല, നല്ല കാറ്റ്, പിന്നെ കാർമേഘം, പിന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മഴ പെയ്തെങ്കിലും നമ്മളൊന്നും നനഞ്ഞില്ല. നമ്മൾ നനയുന്ന രീതിയിൽ അത്ര മഴയൊന്നും പെയ്തില്ല. കുട കയ്യിൽ കരുതിയിരുന്നെങ്കിലും അത് എടുക്കേണ്ടിയും വന്നില്ല. അങ്ങനെ നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുൾ ഡേ ചുറ്റും നമുക്കിങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ശിവജി നഗറൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി. ഇന്നത്തെ ക്ലൈമറ്റ് ഇത്ര നേരം ഞാൻ പറഞ്ഞില്ലേ വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി ഒരു കാർമേഘം പോലെ ഒക്കെ വന്നിട്ടുണ്ട്. മഴ കാണുമായിരിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും അങ്ങോട്ട് പോയില്ല. ഇവിടെ നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ശിവജി നഗറിലോട്ടും എനിക്ക് പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ എനിക്കെന്തോ അറിഞ്ഞാത്ത സ്ഥലം ആയതുകൊണ്ടും കൂടെ ആയിരിക്കും ഒരു പേടിയുണ്ട്. ഞാൻ റൂം നോക്കിയപ്പോഴത്തേക്കും ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് അടുത്തുള്ള ഒരു റൂമാണ് നോക്കിയത്. പക്ഷേ എല്ലാം ഈ ലോഡ്ജ് പോലത്തെ സെറ്റപ്പേ അവിടെ ഉള്ളൂ. ഒയോ ഭയങ്കര മോശമെന്നല്ല. ഞാൻ ഹൈദരാബാദ് പോയപ്പോൾ ഒരു റൂം ബുക്ക് ചെയ്തത് ഒരു ദിവസം 3000 പ്ലസ് ടാക്സ് ആണ് കേട്ടോ. അത് ബുക്ക് ചെയ്തപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് ഒയോ റൂമായിരുന്നു എന്ന്. പക്ഷേ അതിൻ്റെ പേര് വേറെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒയോ റൂം എന്ന് പറഞ്ഞ് ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒയോ റൂമിൽ താമസിക്കുന്നത് വളരെ മോശമൊന്നുമല്ല. പക്ഷേ ആ റൂം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഓരോ ദിവസം അവർ ക്ലീൻ ചെയ്യാൻ വരുമായിരുന്നു. ആ റൂം അവർ നല്ലപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒയോ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ റൂം നോക്കിയപ്പോൾ കൂടുതലും ഒയോ പോലത്തെ റൂമുകൾ, ഒയോ റൂമും അല്ല ലോഡ്ജ് പോലത്തെ സംഭവങ്ങളാണ് കണ്ടത്. പിന്നെ PG ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടും ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്ര ഒട്ടും വൃത്തിയുള്ളതല്ല. അങ്ങനെയുള്ള റൂമുകളാണ് ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് ചുറ്റും ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ട്രിവാൻഡ്രത്തിരുന്നു കൊണ്ട് ഇവിടുത്തെ റൂംസ് സെർച്ച് ചെയ്യുമ്പോൾ എനിക്കത് മാത്രമേ വരുന്നുള്ളായിരുന്നുള്ളൂ.
ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമും ട്രെയിനിലിരുന്നപ്പോൾ ഏകദേശം നമ്മൾ ഈ ലൊക്കേഷനോട് എത്താറായപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റൂമാണ്. ഇതൊരു VIP ഏരിയ ആണെന്നാണ് തോന്നുന്നത്. അതായത് നമ്മുടെ അവിടെ ഈ കവടിയാറ്, ജവഹർ നഗർ, അങ്ങനെ ആ ഏരിയയൊക്കെ കുറച്ച് VIP ഏരിയയാണ്. അപ്പോൾ അവിടെ നമ്മൾ വീടെടുത്താലും അല്ലെങ്കിൽ നമ്മൾ റെൻറ്റിന് താമസിച്ചാലും പിന്നെ ഫ്ലാറ്റ് അവിടെ ഇതുപോലെ റൂം എടുത്താലും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ ഇവിടെയും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് റൂമിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഒരു ദിവസം തന്നെ 5315 എന്തോ പ്ലസ് ടാക്സ്, 300 സംതിങ് പ്ലസ് ടാക്സ് എല്ലാം കൂടെ ഒരു ദിവസം തന്നെ 6000 വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും റൂം എടുത്തതിലൂടെ എനിക്ക് വലിയ താല്പര്യം തോന്നില്ല. ഞങ്ങൾ മാക്സിമം ഒരു 3000 രൂപയ്ക്കകത്തൊരു റൂം എടുക്കാൻ നോക്കും. ഒരു 2000 കുറയാതെയും എന്നാൽ 3000 കൂടാതെയുമുള്ള റൂമാണ് നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കുന്നത്. അതിൻ്റെ ആവശ്യമേ നമുക്ക് 2 രൂപ ഉള്ളൂ. ഒരു റൂം നമുക്ക് എന്തിനാണ്, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് നല്ലപോലെ ഒരു സ്റ്റേ കിട്ടണം, നമുക്കത് കിടന്നുറങ്ങണം, അത്യാവശ്യം ഫാനും AC യും അല്ലെങ്കിൽ ബാത്റൂമൊക്കെ നല്ല നീറ്റായിരിക്കണം, അങ്ങനെയുള്ളൊരു സൗകര്യം വേണം. ആ സൗകര്യം കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം ഒരു 3000 രൂപ കൊടുക്കണം. 2500 രൂപ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും 2000-ന് താഴെ നമ്മൾ നോക്കില്ല, 2000-ഉം 3000 ഇതിനിടയിലുള്ള പ്രൈസാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു റേറ്റിൽ കിട്ടുന്നത് കംപ്ലീറ്റ് ഈ ഓരോ റൂമും പിന്നെ അതുപോലെ ലോഡ്ജ് സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിലിരുന്നപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ആയി വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഹോട്ടൽ കണ്ടിട്ട് നമ്മൾ ഇത് തന്നെ ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയും റേറ്റ് ഉണ്ട്. എനിക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് അടുത്ത് തന്നെ റൂം വേണം എന്നായിരുന്നു എൻ്റെ ഒരു വാശി എന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയാം. ഞാൻ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തു. അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്തൊന്നും വേറെ ബുക്ക് ചെയ്യാൻ നിന്നില്ല. ട്രെയിനിൽ എത്തി നമ്മൾ ഈ കർണാടകയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ബാംഗ്ലൂർ കയറുമ്പോൾ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ, നമ്മുടെ കറണ്ട് ലൊക്കേഷൻ കുറച്ചുകൂടെ പ്രിസൈസ്, അത് കുറച്ചുകൂടെ വ്യക്തമാവുമ്പോൾ കുറച്ചുകൂടെ നല്ല നല്ല ഹോട്ടൽ അറിയാൻ പറ്റും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് അടുത്തായിട്ട് എനിക്ക് റൂം കിട്ടിയില്ല. ഇതിപ്പോൾ ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട്. അപ്പോൾ അതുകൊണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് അടുത്തെടുക്കാനുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രാവിലെ എഴുതിയേക്ക് ഒന്ന് ഫ്രഷ് ആകുക, നേരെ അങ്ങോട്ട് നടന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോവുക, പിന്നെ വൈകിട്ട് ഒരു 7 മണിക്ക് തിരിച്ച് വന്നാൽ മതിയല്ലോ. ആ ഒരു സൗകര്യം നോക്കിയാണ് ഞാൻ അങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് അവസാനം കിട്ടിയില്ല. ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെയാണ് ഇവിടെ റൂം എടുത്തത്. അപ്പോൾ ഇവിടെ റൂം എടുത്തപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മളിനി നമ്മുടെ ഊബർ ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരെ പോകേണ്ടി വരും. ഇനി എപ്പോഴും വന്നാലും ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് അടുത്ത് തന്നെ ഒരു റൂം എടുക്കാനേ മാക്സിമം ശ്രദ്ധിക്കുകയുള്ളൂ. ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്തൊക്കെയോ മിസ്റ്റേക്ക് കാരണം അവസാനം അതിനടുത്ത് റൂം കിട്ടിയില്ല, ഇവിടെ കിട്ടി. പക്ഷേ ഇവിടെ നല്ല സൗകര്യമൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയുന്നില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എൻ്റെ ഈ കാർഡുണ്ടല്ലോ, എൻ്റെ ഇത് കീ ആണല്ലോ, ഈ കാർഡൊന്നും കീ എന്ന് പറയാൻ തോന്നുന്നു. ഇതിന് എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അതുപോലെ എനിക്ക് ഒരു മിനറൽ വാട്ടർ വേണം. അതിന് രണ്ടിന് വേണ്ടിയാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസപ്ഷനിലുള്ള ബോയ് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ പോയി. അപ്പോൾ ആളെടുത്ത് എനിക്ക് കുറച്ചുകൂടെ പരിചയമുണ്ട്. ആൾ വന്നു കേട്ടോ. അപ്പം ഞാൻ ആളോട് സംസാരിച്ചിട്ട് എൻ്റെ ബാക്കിൽ വരും. രണ്ടുപേരും കൂടെ അവരോട് സംസാരിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ കാര്യം ഒന്ന് മനസ്സിലാക്കണം, എന്താണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ ഒരു മിനറൽ വാട്ടർ വേണം. ഇത് രണ്ടും കൂടെ വാങ്ങിച്ചാൽ ഞാൻ നേരെ റൂമിലോട്ട് പോവാണ്. റൂമിൽ പോയി കിടന്ന് ഉറങ്ങാം, അതല്ലാതെ വേറെ വഴിയില്ല. അതിന് ശേഷം എനിക്ക് ഇവിടെ ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. അപ്പം ഞാൻ ആ പയ്യനോടൊന്ന് സംസാരിച്ചിട്ട് നേരെ റൂമിലോട്ടൊന്ന് പോട്ടെ. ഞാനിപ്പോൾ റൂമിലെത്തി. അപ്പോൾ ഈ കീയിൽ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ സോൾവ് ചെയ്ത് തന്നു. അതെല്ലാം റെഡിയായി. അങ്ങനെ റൂമിലെത്തി. മിനറൽ വാട്ടർ ഇപ്പോൾ വരും. ഞാനത് തണുത്തത് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം എടുക്കും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവരത് കൊണ്ടുവരും. അപ്പോൾ ഞാനിനി എന്തായാലും എനിക്കിവിടെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, കിടന്നുറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. വൈകുന്നേരം അനുഭവം വന്നാലേ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് പോകാം. അത് കുറച്ച് കഴിയട്ടെ. ഇപ്പോൾ ചിലപ്പോൾ മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം ചെറുതായിട്ടൊന്ന് ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ബാക്കി നമുക്ക് വീഡിയോ കാണാം. 60 രൂപയാണ്, 70 രൂപയാണ് യൂബർ കാണിക്കുന്നത്. ഞാൻ 100 തരാമെന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. സമയം ഇപ്പോൾ 6:45. ഞങ്ങൾ അനൂപ് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ശിവജി നഗറിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവിടെ പോയപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം
വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണേ. നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഊബറൊന്നും കിട്ടുന്നില്ല. വരാമായ Something happened here. Even this guy cancelled. Yeah, Uber bike also not available. They have just dropped bike service. Bikes, they've ബാൻഡ് cancelled. They've ബാൻഡ് because there was an issue with the auto. നമ്മളിവിടെ ഊബറിന് വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് നേരമായി. ഒരു 15-20 മിനിറ്റെങ്കിലും കഴിഞ്ഞാണ്. ഇവിടെ ഊബർ കിട്ടാൻ നല്ല താമസമുണ്ട്. അപ്പോൾ നമ്മ യാത്രി എന്ന് പറഞ്ഞൊരു ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. അതിൽ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ നമുക്കല്ലാതെ ഊബർ ഓട്ടോ അല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ചാർജ് ആവുന്നുണ്ട്. നമുക്ക് ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡബിൾ പേയ്മെൻറ്റ് കൊടുത്ത് പോകാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഭയങ്കര കഷ്ടമായിപ്പോയി. നമ്മളൊരു അരമണിക്കൂർ ആവാറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്ത സ്ഥലത്തൂടെ ഒരുപാട് ബസ് പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തൽക്കാലം ഊബർ എല്ലാം ക്യാൻസൽ ചെയ്ത് ബസ്സിൽ പോകാമെന്ന് കരുതി. അങ്ങനെ ബസ് സ്റ്റാൻഡ് എവിടെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നപ്പോൾ അതുവഴി പിന്നെ ഒരൊറ്റ ബസ് പോലും പോകുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതുവഴി ബസ് വന്നു തുടങ്ങി. പക്ഷേ കൈ കാണിച്ചിട്ട് പോലും ആ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ വീണ്ടും ഊബറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഊബർ ഓട്ടോ കിട്ടി. നമുക്കങ്ങനെ ഊബർ ഓട്ടോ കിട്ടി. നമ്മൾ നേരെ ശിവജി നഗറിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഇതിനകത്ത് വെളിച്ചവും കാര്യമൊന്നുമില്ല. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഈ 2 ബസ് കണ്ട, ഫ്രണ്ടിലൊരു ബസ് നിൽപ്പുണ്ട്, ഈ സൈഡിലൊരു ബസ് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് കിടക്കണുണ്ട. ഈ ഓട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ കയറിപ്പോകും. അത്രയ്ക്ക് നല്ല ഡ്രൈവിംഗ് സ്കില്ലാണുള്ളത് ഇവിടെയുള്ളവർക്ക്. നോക്കിക്കോ, ഞാൻ പറയണ പോലെ ആയിരിക്കണം നമ്മൾ. ഈ ബസ്സിൻ്റെ ഇടയിൽ ആ ചെറിയ ഗ്യാപ്പില്ലേ, ഈ ഓട്ടോ ഇപ്പോൾ ചുരുക്കും. ഓട്ടോ ഇപ്പോൾ ചുരുക്കി ഇതിൻ്റെ ഇടയിൽ ഫോണിൽ കിട്ടിയടാ അത് ചെയ്തടാ. നമ്മളിവിടെ സ്ട്രീറ്റിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു. ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ അടുത്തായിട്ടാണ് താജ്, അല്ല സോറി, ശിവജി നഗർ. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താജ് ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ആദ്യം നമ്മൾ മെനു ഓർഡർ ചെയ്തിട്ട് എന്താണ് നോക്കാം, എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഇത് നാൻ, പിന്നെ സാമ്പാറോ അങ്ങനെ എന്തൊക്കെ കറികൾ. പ്യുവർ വെജ്. ഓക്കെ, ഫ്രൈഡ് റൈസ് അല്ല, ഇത് ഗീ റൈസ് ആണ്. ഇനി ഇതിനകത്ത് മുട്ട വെച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിന് അറിയാം. റൈസ് കുറച്ച് കഴിച്ചു നമുക്ക്. റൈസ് നീ ആദ്യം എടുക്കോ? അങ്ങനെ എടുക്കാനല്ല പറഞ്ഞത്, തട്ടി നോക്കാനാണ് പറഞ്ഞത്. കുഴപ്പമില്ല, അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ ഈ താജ് റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുവന്നത്. അന്നും നമുക്ക് നല്ലപോലെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യവും ഒന്നുകൂടെ ഇവിടെ വന്ന് കഴിക്കാമെന്ന് കരുതിയാണ് ഇവിടേക്ക് വന്നത്. നമ്മൾ ഇന്നലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ശിവജി നഗറിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ ഓരോ സാധനങ്ങൾ കിട്ടുന്നത്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനേക്കാളും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കിട്ടുന്ന സെയിം സാധനങ്ങൾ, അതായത് ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സിൻ്റെ കാര്യമാണ് കേട്ടോ. എല്ലാം ആയിരിക്കില്ല, എന്നാലും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ നല്ല ചീപ്പ് റേറ്റ് നമുക്ക് കിട്ടും. അതിനേക്കാളും കുറച്ചുകൂടെ വില കുറവായിട്ട് എനിക്ക് തോന്നുന്നത് ശിവജി നഗറിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അവിടെയും കൂടെ പോകണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഊബർ കിട്ടാനായിട്ട് നല്ല പോലെ ലേറ്റായി. അവസാനം ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നപ്പോൾ ബസ് കൈ കാണിച്ചിട്ട് പോലും നിർത്തുന്നില്ല. ബസ്സിൻ്റെ ഫ്രണ്ടിലെടുത്ത് ചാടിയിട്ട് പോലും നിർത്തുന്നില്ല. അങ്ങനെ അങ്ങ് പോവുകയാണ്. അവസാനം പിന്നെ ഊബർ വന്ന് വെയിറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഊബർ കിട്ടിയത്. ഇവർ പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുമല്ലോ നമ്മളപ്പോൾ ഓരോന്ന് കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞത് ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എന്തായാലും വീട്ടിൽ പോകാൻ അത്യാവശ്യമൊക്കെയാണ്. കുറച്ച് പീക്ക് ടൈം ആയിരിക്കും. ആ സമയത്ത് ഇവർ ഈ ഊബർ ആപ്പ് ഓഫ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇഷ്ടം പോലെ ആ ആപ്പിൽ നോക്കുമ്പോൾ തന്നെ കാണാം, ഇഷ്ടം പോലെ ഓട്ടോസ് കാണും, അല്ല ഊബർ ഓട്ടോ ടാക്സിയൊക്കെ കാണും. അപ്പോൾ അവർ ആ സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിക്ക് ചെയ്യൂല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ്, അതായത് 20 രൂപ ടിപ്പ് കൊടുക്കാം, 30 രൂപ ടിപ്പ് കൊടുക്കാം. അത് 20 കൊടുത്താലും വരില്ല, 30 കൊടുത്താലും വരില്ല, 50 കൊടുത്താൽ ചിലപ്പോൾ വന്നതായി എന്നാലും വരില്ല. അങ്ങനെ ഒട്ടും വരാതെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോർമലി ഒരു ഓട്ടോ ഹയർ ചെയ്യും, നോർമലി ഒരു ഓട്ടോ എടുക്കും.
അപ്പോൾ അവർ ഡബിൾ ചാർജ് ചോദിക്കും. അങ്ങനെയാണ്. പിന്നെ വേറെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാനായിട്ട് വരുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഒരു ആപ്പ് ഓഫാക്കിയിടും. ഒരുപാട് ഓട്ടോറിക്ഷ ഈ സ്ഥലത്ത് കാണിക്കും ആപ്പിൽ. പക്ഷെ അവർ നമ്മൾ ടിപ്പ് കൊടുക്കുന്നതനുസരിച്ച് എടുക്കൂല. അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ലേറ്റ് നൈറ്റായാൽ എന്തായാലും നമുക്ക് പോവേണ്ടത് അത്യാവശ്യമാണ്. ഡബിൾ ചാർജ് ചോദിക്കും. അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ഡബിൾ ചാർജ് കൊടുത്ത് പോവേണ്ട അവസാനം വന്നില്ല. എന്നാലും ഒരു ഓൾമോസ്റ്റ് നോർമൽ റേറ്റിനേക്കാൾ ഒരു 10, 20, 30 രൂപയൊക്കെ കൂടി കൊടുക്കേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളവിടെ എത്തി. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് അത്യാവശ്യം റീസണബിൾ റേറ്റിലൊക്കെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. എല്ലാം ഞാൻ വാങ്ങി വയ്ക്കുന്നതുണ്ടല്ലോ, ഈ കല്യാണമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഇടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഡ്രസ്സൊക്കെ അങ്ങനെയാണ് വാങ്ങുന്നത് കൂടുതൽ. ബാക്കി നോർമലി ഡെയിലി വെയർ ടൈപ്പൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടും. ഈ പോകുന്ന ആളാണ് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ മാനേജർ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ കുറച്ച് ഒരു വെഡ്ഡിങ് ടൈപ്പ് വിത്തളക്കമൊക്കെ ഉള്ള ടൈപ്പൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചപ്പോൾ കൂടുതലും ആൾക്കാർ പറഞ്ഞത് ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ 2 മണി വരെയും ഓപ്പണാണ്, നമ്മൾ എത്ര ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ 2 മണി വരെയും വെളുക്കുന്നവരെയും ഓപ്പണായി ഇട്ടിരിക്കുന്ന കടകളുണ്ട്. എന്നാലും നമ്മളെ നാട്ടിലെ പോലെയൊക്കെ തന്നെ ഒരു 9 മണിക്ക് എല്ലാ കടകളും ക്ലോസ് ചെയ്യും. ഓൾമോസ്റ്റ് കടകളും ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കറക്റ്റ് അനൂപ് 6 മണിയായപ്പോൾ എത്തി. ഞങ്ങൾ ആ ഒരു 6:30 എത്തണം എന്നുള്ള പ്ലാനിലാണ് ഇവിടുന്ന് ഇറങ്ങിയത്. പക്ഷേ 7 മണിക്കൊക്കെ തന്നെയാണ് നമുക്ക് വണ്ടി കിട്ടിയത്. നമ്മളവിടെ എത്തിയത് ഒരു അരമണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു. ട്രാഫിക് എല്ലാം കഴിഞ്ഞ് 7 മണി, ഓൾമോസ്റ്റ് 8 മണി അടുപ്പിച്ചെത്തി. ഈ സമയം ആയപ്പോഴുണ്ടല്ലോ, നമ്മൾ ഇന്നലെ നോക്കി വെച്ച കുറച്ച് കടകളുണ്ട്. നമ്മൾ ഇന്നലെ പോയ സമയത്ത് കുറച്ച് കടകൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കടകളൊക്കെ ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. എനിക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ആ ട്രിവാൻഡ്രത്തുള്ള വഞ്ചിയൂർ ഭാഗം, പിന്നെ വേറെയൊക്കെ കുറേ വഴികളുണ്ട്, പല വഴി കണക്ട് ചെയ്തിരിക്കുന്ന ആ ചെറിയ വഴികൾ പോലും എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ എനിക്കതിന് ഇത് ഏക്കർ പോലെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലം, അതിനകത്ത് ഒരുപാട് ഇടവഴി, അതിൽ എവിടെ പോയി ഇറങ്ങണം, എവിടെ ചെന്ന് ഇറങ്ങണം, നമ്മൾ കണ്ട കടകളൊക്കെ എവിടെയാണ് എന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ വന്നിട്ട് ഗൂഗിളിൽ ആ കടകൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് കിട്ടുന്നുമില്ല. ഉള്ള വഴി എത്രയും നടന്ന് അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നടന്നത് തന്നെ ഭയങ്കര സ്പീഡിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുട്ടും കടകൾ ഓരോന്നായിട്ട് പൂട്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ആദ്യം ഞങ്ങൾ ചെന്നുടനെ ഫുഡാണ് കഴിച്ചത് കേട്ടോ. താജിൽ പോയി ഫുഡ് കഴിച്ചു. അത് അവിടുത്തെ ബിരിയാണിയൊക്കെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. കാരണം നമുക്ക് തന്ന ഫുഡ് കഴിക്കാൻ തന്ന പ്ലേറ്റ് പോലും ഒരുമാതിരി വൈറ്റ് പ്ലേറ്റാണ്. ആ വൈറ്റ് പ്ലേറ്റിൽ ഭയങ്കരമായിട്ട് കറകളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷെ അത് മാറ്റിയൊക്കെ തന്നവർ. എന്നാലും എനിക്ക് വൃത്തിയുടെ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെയൊക്കെ തോന്നി. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഈ ബിരിയാണി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ അടിപൊളിയാണ്. നല്ല മസാലാസാണ് അതിനൊക്കെ. ഫുഡ് നല്ല അടിപൊളിയാണ്. ഫുഡ് കഴിച്ചപ്പോഴാണ് എനിക്ക് നമുക്ക് രണ്ടുപേർക്കും ഇത്തിരി ബോധം. നമ്മൾ രണ്ടുപേരും വിശന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. വിശന്നാണ് അവിടെ പോയത്. ഫുഡ് കഴിച്ചതിന് ശേഷം അതിനുശേഷമാണ് നമ്മൾ കടകളൊക്കെ തപ്പി ഓടി നടന്നതൊക്കെ. അങ്ങനെ ഒരു 9, 10 മണി, 11 മണി വരെയൊക്കെ നമ്മൾ അവിടെ ഉള്ള കടകളിലൊക്കെ കയറി ഓരോന്നൊക്കെ വാങ്ങി. പിന്നെ 1 മണിക്കൂർ എടുത്ത് നമുക്കിവിടെ വരാനായിട്ട് നമ്മുടെ ഹോട്ടലിലോട്ട് വരണ്ട്. അപ്പോഴും ഊബർ കിട്ടാൻ പാടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരു 150 രൂപയ്ക്കൊക്കെ നമുക്ക് വന്നു. വെറും 4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഈ 4 കിലോമീറ്റർ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും വൺ വേ ആണ്. ഇവിടെ മിക്ക വഴികളും വൺ വേ ആണ്. ഈ വൺ വേയിലൂടെ പോയി പിന്നെ ഓരോ അടുത്ത ലൈനിൽ കയറി അങ്ങനെയൊക്കെ എന്തോ ഭയങ്കര കൺഫ്യൂഷനാണ്. വെറും 4 നമ്മളവിടെയാണെന്നുണ്ടെങ്കിൽ 4 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എത്തും. 2 മിനിറ്റ് മതി 4 കിലോമീറ്റർ ഒക്കെ പോകാൻ, അത്രയും വേണ്ട. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 20 മിനിറ്റ് 18 മിനിറ്റൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വഴികളെല്ലാം വൺ വേ ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ഒരു വൺ വേന്ന് അടുത്ത വൺ വേയിൽ കയറി വീണ്ടും വേറെ വൺ വേ കയറി. ചിലപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ഹോട്ടലിൻ്റെ ബാക്കിലായിരിക്കും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അങ്ങനെ എന്തോ 4 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ചുറ്റി കറങ്ങിയൊക്കെ വരണം. അങ്ങനെ അതുപോലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ഈ ശിവജി നഗറും അടുത്തടുത്ത് തന്നെയാണ്. നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും അതെന്തോ വലിയ സംഭവം പോലെയൊക്കെ, ഇല്ല മാഡം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒരു സ്ഥലത്തുമാണ്, ശിവജി നഗർ വേറെ സ്ഥലത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് എനിക്കറിയില്ല. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അപ്പുറത്തെത്താം. അത്രേ ഉള്ളൂ. എന്താണ് സംഭവം എന്ന് അറിഞ്ഞില്ല. എന്തായാലും ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കടകൾ എല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയത്.
അപ്പോഴും നമുക്ക് ഊബർ കിട്ടി. ഊബർ കിട്ടിയത് കുറച്ച് ലേറ്റായി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 12 മണിയായി കേട്ടോ. 12 മണി കഴിഞ്ഞിട്ട് പിന്നെ അനൂപിൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. എന്നിട്ട് അനൂപിൻ്റെ ഹോട്ടലിലോട്ട് പോയി. അവിടെ ഞാൻ പറഞ്ഞില്ല, വേറെ സ്ഥലത്താണ് അനൂപ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഡ്രസ്സെല്ലാം വെച്ചിട്ട് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ട് രാവിലെ തന്നെ അനൂപ് ഇന്ന് നൈറ്റ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ പാക്ക് ചെയ്തിട്ട് അനൂപ് ഡ്രസ്സ് ഓഫീസ് മീൻസ് പാർക്കിന് പോയി. അപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടാണ് പോയത്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട്, എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യണം. അപ്പം വന്നതിന് ശേഷം അനൂപിൻ്റെ ഡ്രസ്സുകളെല്ലാം അനൂപ് പാക്ക് ചെയ്ത് വെച്ചു. കാരണം നമ്മൾ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് രാവിലെ അനൂപ് പോയപ്പോൾ അനൂപിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് പോയത് അനൂപിൻ്റെ റൂമിലേക്ക്. അപ്പോൾ അതിവിടുന്ന് 1.5 കിലോമീറ്ററുള്ളേ അനൂപ് പോയി. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്തുണ്ടല്ലോ 12 മണിയൊക്കെ ആയി. എല്ലാം കഴിഞ്ഞ് ഈ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് 12 മണിക്കാണ് ഞങ്ങൾ കിടന്നത്. ഇപ്പം ഞാൻ എഴുന്നേറ്റ് 6 മണിയായപ്പോൾ എഴുന്നേറ്റു. 6 മണി എഴുന്നേറ്റപ്പോൾ അനൂപ് കുളിച്ച് റെഡിയായി. പിന്നെ അനൂപിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അനൂപിൻ്റെ ജോലി നോക്കിപ്പോയി. ഞാൻ ഒന്നുകൂടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ ഭയങ്കരമായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. കണ്ണുറന്ന് നോക്കിയപ്പോൾ 10:30. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് 7 തൊട്ട് 10 മണി വരെ മാത്രമേ ഉള്ളൂ. ഞാൻ അവസാനം പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഇന്നലെ പനീർ ദോശയൊക്കെ കഴിച്ചപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുതന്നെ എനിക്ക് മതിയെന്ന് തോന്നി. ഒന്ന് കഴിക്കാനുള്ള കൊതി തോന്നി. പക്ഷെ ഞാനത് റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു നോക്കി. ഞാൻ നമ്മൾ വന്നത് ലേറ്റായിരുന്നു, കിടന്ന് ഉറങ്ങിയപ്പോൾ ലേറ്റായിപ്പോയി, അപ്പോൾ എഴുന്നേറ്റതും ലേറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ മാഡം, ഐ വിൽ ടോക്ക് ടു ദ റെസ്റ്റോറൻറ്റ് മാനേജർ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് 2ാമത്. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല, അങ്ങനെ ഫുഡ് കഴിച്ചോ, അവിടെ പോയിരുന്ന് കഴിക്കാൻ വേണം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അല്ലാതെ ഇനി ഫുഡ് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി വെളിയിൽ പോയി കഴിക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എല്ലാം അനൂപാണ് മാനേജ് ചെയ്യുന്നത് പൈസയുടെ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ്. ഞാൻ പനീർ ദോശ ഓർഡർ ചെയ്തു. അതൊന്നുകൂടെ കഴിക്കാനായിട്ടൊരു കൊതി തോന്നിയതുകൊണ്ട്. അപ്പോൾ എനിക്കത് കിട്ടി. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് നമുക്ക് കാണാം. ഞാൻ ദോശ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ കഴിച്ച അതേ സാധനം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്കിത് ഈ സെയിം സാധനം നമുക്ക് വേറെ കിട്ടാൻ ചാൻസ് ഇല്ല. സ്പൈസി തോട അങ്ങനെ പനീർ ദോശ വന്നവർക്കറിയാം ഞാൻ 2 കഴിക്കും. ചട്നി, ഇതൊരു ചട്നി, സാമ്പാർ. ഞാൻ എന്തായാലും കഴിക്കട്ടെ. ഇതാ സ്റ്റഫ് കാണിച്ചാൽ അതിനകത്ത് ചെയ്യുന്ന പനീർ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി റൂമിൽ പോയിട്ട് പാക്കിംഗ് എല്ലാം ചെയ്യണം. ഇന്നലെ നമ്മൾ ഇത്രയും ദിവസം ഈ 2 ദിവസങ്ങളിൽ ഇട്ട ഡ്രസ്സും ഇടാത്ത ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പാക്ക് ചെയ്യണം. നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയപ്പോൾ വാങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കണം. അങ്ങനെ കുറച്ച് ജോലികളുണ്ട്, പാക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളൊരു വൈകുന്നേരമാണ് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങ് അനൂപിൻ്റെ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പോകുന്നതാണ് തോന്നുന്നത്. അനൂപ് വിളിക്കും എപ്പോഴാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങേണ്ടതെന്ന് അറിയാനായിട്ട്. ഇനി റൂമിൽ പോകണം, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം, പാക്കിംഗ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിലന്തുള്ള വ്ളോഗായി കാണും. അപ്പോൾ നമുക്ക് ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വൈകുന്നേരം നമ്മളിവിടുന്ന് വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം വഴിയെ പറയാം. പിന്നെ വേറൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.